ദിവസമായിട്ടുണ്ട്. ഇപ്പം രാവിലെ 6 മണി. ഞാൻ എണീറ്റു. ഉണ്ണിതേ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, അവിടെ ഉറങ്ങുകയാണ്. അപ്പോൾ എന്നാൽ പോവുകയായി. ബ്രഷും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, കുളിച്ചിട്ടില്ല. നീറ്റുപാടെ എടുക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് കണ്ടറിയുണ്ടാവും, ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സാണല്ലോ ഇത്. അങ്ങനെ അപ്പോൾ എന്തായാലും അമ്മ അടുക്കളയിലുണ്ട്. നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം അമ്മയ്ക്ക് എന്താ പണിയെന്ന്. വേറെ ഉണ്ണിയും ചേച്ചിയൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ അതിവിടെയൊക്കെ ഇരുട്ടാണ് ഗൈസ്. നമ്മൾ ലൈറ്റ് പോലും ഓണാക്കിയിട്ടില്ല. അടുക്കളയിൽ മാത്രം ലൈറ്റ് ഉണ്ടാവുള്ളൂ. പുറത്ത് വെളിച്ചൊക്കെ ആയിട്ടുണ്ട്. അമ്മ ഫ്രണ്ടിൽ നിന്ന് ഓടിയിട്ടുണ്ട് ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു പ്രത്യേക ദോശ കേട്ടോ. റവയും പിന്നെ അരിപ്പൊടി, തേങ്ങ അങ്ങനെ എന്തൊക്കെയോ വെച്ചുണ്ടാക്കുന്ന ഒരു ദോശയാണ്. ഞാൻ അടുത്ത വരവിന് നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കാണിക്കാം. അപ്പം നമ്മുടെ വടക്കോറാണ് ഈ കാണുന്നത്. വെളിച്ചൊക്കെ ആയി 6 മണി ആയിപ്പിക്കണം. അങ്ങനെ ഇനി മെല്ലെ എല്ലാവരും എണീക്കട്ടെ. ഉമ്മറത്തെ വാതിലൊക്കെ അമ്മ നേരത്തെ കാലത്ത് തുറന്നിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉമ്മറെന്നാണ് പറയുക ഫ്രണ്ട് ഭാഗത്തിന്. നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല. നമുക്കിത് ഇവിടെ ഒരു ജോലിയുണ്ട്, ഒരു പട്ടിക്കുട്ടി. അവളവിടെ, നമ്മളെ വണ്ടികൾ, നമ്മുടെ കുഞ്ഞു ക്ഷേത്രം അവൾ കുഴയ്ക്കാൻ തുടങ്ങി ഗൈസ്. പിന്നെ അപ്പുറത്തുപുറത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ആദ്യം കുളിക്കുകയില്ല, ആദ്യം ബ്രഷ് ചെയ്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അതിന് ശേഷം ഉണ്ണിക്ക് കുറുക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കുളിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. എനിക്കുള്ള ദോശ അമ്മ അവിടെ ടീഷർട്ടും പൈജാമൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മ വരുന്നില്ല ഗൈസ് വീഡിയോയ്ക്ക്. 2-3 വെച്ചോ. ചൂടുള്ളത് മതി. നമ്മുടെ അടുക്കളയ്ക്ക് ഞാൻ വിശാലമായിട്ട് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, മതി. ഇനി കറി എന്താണ്? കറി പട്ടാണി കുറുമയാണ് കറി. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി പോയി കഴിക്കട്ടെ. ഡിങ്. അപ്പോൾ അതാ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്. ഈ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് ബാക്കി പണികളൊക്കെ നോക്കാം. ഞാൻ ഇടയ്ക്ക് ക്യാമറയ്ക്ക് അല്ലാതെ സൈഡിലേക്ക് നോക്കുന്നുണ്ട് തോന്നുന്നു ഗൈസ്, അറിയില്ല. അപ്പം അങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു വെറൈറ്റി അപ്പാണ്. അപ്പം പോലെയാണ് ശരിക്കും ഇത് ഉണ്ടാവുക. ഇത് നല്ല ടേസ്റ്റാണ്. റവ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുക. കൂടുതൽ റവ ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്ക് പിന്നെ ഒരു ദിവസം കാണിക്കാം. വേണ്ടവർക്ക് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും ഞാനിത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ഫ്രഷായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് റെഡിയായി. ഇനി മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കണം. ഇതിപ്പം ഈ ഡ്രസ്സ് നമ്മൾ അവർ വരുന്നത് വരെ ഇടാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എനിക്ക് ഡ്രസ്സ് കൊണ്ടുവരും, എനിക്കും ഉണ്ണിക്കും. ആ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ചടങ്ങ്. അപ്പം അതുവരേക്ക് തൽക്കാലം ഞാനൊരു ടോപ്പ് ഇട്ടിട്ടുണ്ട്, ഫീഡിങ് ടോപ്പ്. അതുപോലെ കുഞ്ഞുമണീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കുഞ്ഞുമണി കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി അവൾ ഉറങ്ങിയിട്ട് വേണം അവൾക്ക് കണ്ണെഴുതി കൊടുക്കുകയും പിരികെ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. തൽക്കാലം അപ്പോൾ അവൾക്കൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ വരുന്നത് വരെ. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് നമ്മൾ വേറെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കും അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ റെഡിയായി. ഉണ്ണി ഉറങ്ങിയിട്ടില്ല, അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൺവെൻഷൻ പ്രോഗ്രാം ഇവിടെ അടുത്ത് കൊടുത്തിരിക്കുക. ഉറങ്ങി അപ്പം എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉണ്ണിയും ചേച്ചി അമ്മയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും റെഡി ആയ ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. ഹായ് പറഞ്ഞേ പിന്നെ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. അയ്യോ ചേച്ചി ഇവിടെ നമ്മുടെ വിളക്ക്, അതിൽ പൂവും പുഷ്പം ഒന്നാണല്ലോ അല്ലേ, സോറി ഗൈസ്. അത് അരിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെക്കണ്ടേ. മുഖം ഒന്ന് കാണിക്കും, സുന്ദരമായ മുഖം അവൾ കാണിക്കില്ല എന്ന് വാശിയാണ് ഗൈസ്.
ഇനി ഇവിടെ കുടുംബശ്രീ സമ്മേളനം നടക്കുന്നുണ്ട്. അമ്മ, മേമ, അമ്മമ്മ മിണ്ടാണ്ടെത്തി. ഞാൻ ഇവിടെ പറയണേക്കല്ലേ. മേമ ഇവിടെ കാര്യമായിട്ട് ഇതാ ഹോർലിക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ അമ്മമ്മ, എൻ്റെ കുട്ടിയുടെ മുത്തശ്ശി, ഇത് കുട്ടിയുടെ മമ്മ. ഇനി നമുക്ക് പോവാം. ഇനി അടുത്തത് എൻ്റെ അനിയ ഇവിടെ റെഡി ആവുന്നുണ്ടായിരുന്നു, അവനെ കാണാനില്ല. അനിയ അതാ പഠിക്കാൻ നിൽക്കുന്നു. നമ്മൾ ഫുഡ് മറ്റേ എന്താണ് കാറ്ററിങ് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പം അത് വാങ്ങിക്കാൻ കൊണ്ടുവന്നേരം ആൾ വരുന്നുണ്ട്. അപ്പോൾ അവരെ കാത്തിട്ടാവും നിൽക്കുകയാണ്. ഹായ് പറയ്. ഹായ്. ഹായ് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ കേട്ടോ ഞാനിങ്ങനെ റെഡി ആയിക്കണം. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കണ്ണ് എഴുതിയിട്ടുണ്ട്, കുറച്ച് ലിപ്സ്റ്റിക്കും ഒരു കുറി സിന്ദൂരം, ഇത്രയേ ഉള്ളൂ. ഇനി അവർ കൊണ്ടുവന്ന സാരിയൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് റെഡി ആവണം അവിടെ നിന്ന് പോകുമ്പോൾ, അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പം അവിടെ നിന്ന് ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. മുകളിൽ കാണുന്നത് എൻ്റെ 2 അച്ചാച്ചന്മാരും അച്ഛമ്മയായിട്ടോ അവരെ ഫോട്ടോ ആണ്. അങ്ങനെ അപ്പോൾ ഇനി അവർ വരട്ടെ. അവർ ഇതാക്കണേ എൻ്റെ അമ്മമ്മ. ഇതാ മേമ അതാ കാര്യമായിട്ട് നമ്മൾ വരുന്നവർക്ക് ഹോർലിക്സ് കൊടുക്കാച്ചിട്ടാണ്. അപ്പോൾ അണ്ണണ്ണേ ഇതാ ഹോർലിക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ അമ്മമ്മേനെ കാണിച്ചില്ല എന്ന് പരാതി ശരിക്കും ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി അമ്മമ്മ അവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം, നമുക്ക് വരുന്നവരെയൊക്കെ കാണാം. അതാ ഫുഡ് ഓർഡർ ചെയ്തത് എത്തിയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ഇല്ലേ, ഇരുട്ട് പോലെയുള്ള കാണുന്നത്. അപ്പോൾ അതാ നമ്മൾ ഫുഡ് ഇറക്കാൻ പോവാണ്. മേമയും ഉണ്ണിയാണ് മെയിനായിട്ട് ഇതാ ഫുഡ് ഇറക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് ഇറക്കട്ടെ. എന്തൊക്കെയാന്നുള്ളതൊക്കെ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മേമ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ നിന്ന് എടുത്തോണ്ടിരിക്കുകയാണ്. ഒപ്പത്തിനൊപ്പം കിച്ചനും. മറ്റേത് നമ്മുടെ ഫുഡ് കൊണ്ടുവന്ന ചേട്ടനാണേ. അടിയിൽ പിടിച്ചോടാ, താഴെ പിടിച്ചോ. അപ്പൊ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. മൊത്തം 15 ആയിട്ടുണ്ട് കേട്ടോ. പായസവും എല്ലാം ഉൾപ്പെടെ 16 ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ എന്തൊക്കെയാന്നുള്ളത് നമ്മള് ഫുഡ് വിളമ്പുമ്പോ കാണിച്ചു തരാം. അപ്പൊ അതാ മേമ, അമ്മ, സൈച്ചോടി ഗൈസ്, അവളോടി. അപ്പൊ ഇതാ കിച്ചൻ ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ നമ്മളിനി ഇതൊക്കെ ഒന്ന് അകത്തേക്ക് കയറ്റട്ടെ. അതിന് ശേഷം നമ്മൾ കഴിക്കാൻ നേരത്തെ ഞാൻ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് കാണിക്കാം. ശരിയാ, ക്വസ്റ്റ്യൻസ് കുറെ വരും, അവിടെ വേണ്ട. എക്സ്പ്രഷനൊക്കെ വേണോ, പിന്നല്ലാണ്ട് ആൾക്കാരുടെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യും. തണുപ്പൊന്നുമില്ല, ഫാനിന്റെ ആളാണ്. ഇല്ലമ്മേ
ഇത് മൊത്തം പോയിക്കോ. അത് ആരാണ്? ബബേല ഇട്ടിട്ടോ. അങ്ങനത്തെ ഞങ്ങൾ അയാളുടെ വീട്ടിലെത്തി. അപ്പോൾ ഇനി ഇവിടുന്നായിരിക്കും നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.